Welcome back to Meera's English Hub. Today, we are going to deal with the topic Early Literature. Early Literature എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും കേറ്റഡ് കാറ്റഗറി 3 ഇംഗ്ലീഷ്, സെറ്റ് ഇംഗ്ലീഷ്, നെറ്റ് ഇംഗ്ലീഷ് കൂടാതെ EMRS, TGT, PGT ഇംഗ്ലീഷിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ടുള്ള ഏർലി ലിറ്ററേച്ചർ ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സിലെ എല്ലാ കാര്യങ്ങളും പോയിന്റ് വൈസ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. ഏർലി ലിറ്ററേച്ചർ ഒരു കഥ പോലെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു ഫോമിൽ നിങ്ങൾക്കത് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. സോ സ്റ്റേ ട്യൂൺഡ്. ഏർലി ലിറ്ററേച്ചർ എന്ന് പറയുന്ന ടോപ്പിക്കിലോട്ട് പോകുന്നതിന് മുൻപേ നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ കുറിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഇംഗ്ലീഷ് ഈസ് എ ഗ്ലോബൽ ലാംഗ്വേജ് അല്ലേ? It is one of the most common languages in the world. It is spoken by around 2.5 billion people globally. അങ്ങനെ ഒരു ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിനെ നമ്മൾ ലിംഗ്വ ഫ്രാങ്ക ഓഫ് ഇന്റർനാഷണൽ ബിസിനസ് അക്കാഡമിയ എന്നൊക്കെ വിശേഷിപ്പിക്കും. ഇനി എന്താണ് ഈ ലിംഗ്വ ഫ്രാങ്ക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ലിംഗ്വ ഫ്രാങ്ക? അതായത് it is the use of English language as a global means of intercommunity communication. അങ്ങനെ ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരു കമ്മ്യൂണിക്കേറ്റീവ് മീഡിയം, അത് ട്രേഡിന് വേണ്ടിയാകട്ടെ, മറ്റ് ഇന്റർനാഷണൽ ബിസിനസിന് വേണ്ടിയിട്ടാവട്ടെ, അക്കാഡമിക് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാവട്ടെ, അങ്ങനെ ഒരു ലാംഗ്വേജ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഇംഗ്ലീഷിനെ നമ്മൾ ലിംഗ്വ ഫ്രാങ്ക എന്ന രീതിയിൽ വിശേഷിപ്പിക്കുന്നത്. And it is one of the 6 official languages of UN. 6 official languages of UN-ൽ ഒന്നാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. And very important point, English is the third most spoken language in the world after Mandarin and Spanish. സ്പാനിഷിനും മാൻഡറിനും ശേഷം ഇംഗ്ലീഷ് is the third most spoken language in the world. അപ്പോൾ ഇത് ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ബേസ് ചെയ്ത് നമ്മൾക്കറിയാവുന്നതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള ബേസിക് ഇൻഫർമേഷൻ ആണ്. അടുത്തതായിട്ട് എക്സാമിന് പൊതുവെ ചോദിച്ചു കാണുന്ന ഒരു പോയിന്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇംഗ്ലീഷ് ലാംഗ്വേജ് വെസ്റ്റ് ജർമാനിക് ലാംഗ്വേജ് ആണ്. വെസ്റ്റ് ജർമാനിക് ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതിന്റെ ഒറിജിൻ ഇംഗ്ലണ്ടിലാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ശരിക്കും ജർമാനിക് ട്രൈബ്സ് എവിടെ നിന്ന് വന്നിട്ടുള്ള ജർമാനിക് ട്രൈബ്സ് ആണ്? ആംഗിൾസിൽ നിന്നും സാക്സൺസിൽ നിന്നും ജൂട്ട്സിൽ നിന്നും അവർ മൈഗ്രേറ്റ് ചെയ്ത് 5th century AD-യിൽ എങ്ങോട്ട് വരുന്നു? ഇംഗ്ലണ്ടിലോട്ട് വന്ന് സെറ്റിൽ ആകുന്നു. അങ്ങനെ അവര് അസിമിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന കൾച്ചറിനെ ഡിസ്പ്ലേസ് ചെയ്തുകൊണ്ട് അവരുടേതായിട്ടുള്ള ഒരു ലാംഗ്വേജ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. അവിടെയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഒറിജിൻ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ആംഗിൾസിന്റെയും സാക്സൺസിന്റെയും ജൂട്ട്സിന്റെയും അവരുടെ ലാംഗ്വേജ്, വെസ്റ്റ് ജർമാനിക് ലാംഗ്വേജ്, അത് മെർജ് ചെയ്യുകയാണ്, ഡിസ്പ്ലേസ് ചെയ്യുകയാണ് അന്ന് ഇംഗ്ലണ്ടിൽ നിലനിന്നിരുന്ന കെൽറ്റിക് ലാംഗ്വേജിനെയും അതുപോലെ തന്നെ ലാറ്റിനെയും. ഓക്കെ, അപ്പോൾ ഇംഗ്ലണ്ടിൽ ആദ്യം ഉണ്ടായിരുന്ന ലാംഗ്വേജ് ആണ് കെൽറ്റിക്കും. ഇംഗ്ലണ്ടിൽ ആദ്യം ഉണ്ടായിരുന്ന ലാംഗ്വേജ് കെൽറ്റിക്കും ലാറ്റിനും ഒക്കെയാണ്. അപ്പോൾ ഈ ആംഗിൾസും സാക്സൺസും ജൂട്ട്സും ഒക്കെ കൂടി വെസ്റ്റ് ജർമാനിക് ലാംഗ്വേജുമായിട്ട് ഇങ്ങോട്ട് വരുന്നു, മൈഗ്രേറ്റ് ചെയ്ത് നമ്മളുടെ ഇംഗ്ലണ്ടിലോട്ട് വരുന്നു. എന്നിട്ട് ഈ ലാംഗ്വേജിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നു അല്ലെങ്കിൽ അസിമിലേറ്റ്, അവരുടെ ഇതിലോട്ട് അസിമിലേറ്റ് ചെയ്യിപ്പിക്കുന്നു എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഓൾഡ് ഇംഗ്ലീഷിന്റെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആംഗ്ലോ സാക്സൺസ് എന്ന് പറയുന്നത് they were a mix of Germanic from Scandinavia in and Germany. Okay, Scandinavian Germanic from Scandinavia and Germany ആണ് ഈ ആംഗ്ലോ സാക്സൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എന്തിന്റെ ബേസ് ആയിട്ട് വരുന്നത്? ഓൾഡ് ഇംഗ്ലീഷിന്റെ ബേസ് ആയിട്ട് മാറുന്നത്. ഓൾഡ് ഇംഗ്ലീഷിന്റെ ബേസ് ആയിട്ട്
മാറുന്നു. പിന്നീട് നമ്മൾ ലേറ്റർ ഇൻഫ്ലുവൻസ് ആയിട്ട് ഓൾഡ് നോർസ് അല്ലെങ്കിൽ വൈക്കിംഗ്, അതുപോലെ തന്നെ നോർമൻ ഫ്രഞ്ച് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇതുമൊക്കെ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ഷേപ്പ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ അടുത്ത സ്ലൈഡുകളിൽ കാണുന്നതാണ്. അടുത്തതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക ആംഗ്ലോ സാക്സൺ ഇൻവേഷൻ ആണ്. ഇവിടെ നിങ്ങൾക്ക് ആംഗിൾസിനെ കാണാം, സാക്സൺസിനെ കാണാം, ജൂട്സിനെയും കാണാം. ഇവര് നോർത്ത് സീ കടന്നുകൊണ്ട് എവിടെ വരുന്നു? ബ്രിട്ടനിലോട്ട് വരികയാണ്. ബ്രിട്ടനിലോട്ട് വരുന്നു. ഇതാണ് ആംഗ്ലോ സാക്സൺ ഇൻവേഷൻ എന്ന് പറയുന്നത്. നോക്കൂ, ആംഗിൾസ്, സാക്സൺസ് ആൻഡ് ജൂട്സ് ഇവരെവിടെ വരുന്നു? എങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നു? 5th century AD ബ്രിട്ടനിലോട്ട് മൈഗ്രേറ്റ് ചെയ്ത് നോർത്ത് സീ കടന്ന് മൈഗ്രേറ്റ് ചെയ്ത് വരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഡെവലപ്മെന്റ് നമ്മൾ പഠിക്കുന്നത്. ഇനി എവിടെ നിന്നുമാണ് ഈ ആംഗ്ലോ സാക്സൺസ് വരുന്നത് എന്ന് കൂടി നമുക്കൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഈ ആംഗ്ലോ സാക്സൺസ് നമ്മൾ ആ മാപ്പിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, നോർത്തേൺ ജർമ്മനി, നമ്മൾ ജർമാനിക്, വെസ്റ്റ് ജർമാനിക് ട്രൈബ് ആണ്, ആ ലാംഗ്വേജ് ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അത് അവർ ഡിസ്പ്ലേസ് ചെയ്തു കെൽറ്റിക് ആൻഡ് ലാറ്റിനെ എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ആംഗ്ലോ സാക്സൺസ് they left their homelands. എവിടെയാണ് അവരുടെ ഹോംലാൻഡ്? നോർത്തേൺ ജർമ്മനി, അതുപോലെ തന്നെ ഡെൻമാർക്ക് ആൻഡ് നെതർലാൻഡ്സ്. ഓക്കെ, ഈ 3 സ്ഥലങ്ങളിൽ നിന്നുള്ള ആംഗ്ലോ സാക്സൺ ജൂട്സ് ഈ കമ്മ്യൂണിറ്റിയാണ്. അതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ആംഗിൾസ് ആണ് യെല്ലോ കളറിലുള്ളത്, യെല്ലോ കളറിൽ ആരോ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ജൂട്സ് ആണ് ഈ ബ്ലൂ കളറിൽ, അവർ വെസെക്സിലോട്ട് വരുന്നു. ആംഗിൾസ് നോർത്തുംബ്രിയ, മെർസിയ എന്നീ സ്ഥലങ്ങളിലോട്ടും, സാക്സൺസ് ഈസ്റ്റ് ആംഗ്ലിയയിലോട്ടും വരുന്നു. ഓക്കെ, അപ്പോൾ നോർത്ത് സീ കടന്നുകൊണ്ട് വുഡൻ ബോട്ട്സിലാണ് ഇവർ ബ്രിട്ടനിലോട്ടെന്ന് മൈഗ്രേറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. അതിന്റെ ഭാഗമായിട്ടാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഡെവലപ്മെന്റ് നമ്മൾ ട്രേസ് ചെയ്യുന്നത്. ഈ ആംഗിൾസ് വരുന്നത് ഇംഗ്ലലാൻഡിൽ നിന്നുമാണ് ആംഗിൾസ് വരുന്നത്. ഇംഗ്ലലാൻഡ്. അതുകൊണ്ട് തന്നെ അവരുടെ ലാംഗ്വേജ് അറിയപ്പെട്ടിരുന്നത് ഇംഗ്ലീഷ് എന്ന രീതിയിലാണ്, ഇംഗ്ലിക്സ് എന്ന രീതിയിലും. അതിൽ നിന്നുമാണ് ഇംഗ്ലണ്ട് എന്ന വാക്കും ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജിന് ആ ഒരു പേരും ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്നത് എങ്ങനെ ഇംഗ്ലീഷ് എന്ന ഭാഷയ്ക്ക് ആ ഒരു പേര് ലഭിച്ചു, അതുപോലെ തന്നെ ഇംഗ്ലണ്ടിന് എങ്ങനെയാണ് ഇംഗ്ലണ്ട് എന്ന പേര് ലഭിച്ചത്. അപ്പോൾ ഈ ആംഗിൾസ് എവിടെ നിന്നും വരുന്നു? ഇംഗ്ലലാൻഡിൽ നിന്നും വരുന്നു. ആൻഡ് their language was called English, from which ഇംഗ്ലണ്ട് എന്ന വാക്കും അതുപോലെ തന്നെ ഇംഗ്ലീഷ് എന്ന വാക്കും ഡിറൈവ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഈ ജർമാനിക് ട്രൈബ്സ് ആംഗ്ലോ സാക്സൺസ് അവർ ബ്രിട്ടനെ ഇൻവേഡ് ചെയ്യുന്നു. ഈ ഒരു ജർമാനിക് ട്രൈബ്സ് അവരുടെ ഭാഷയാണ് നമ്മൾ ഓൾഡ് ഇംഗ്ലീഷ് എന്ന രീതിയിൽ പഠിക്കുന്നത്. ഓൾഡ് ഇംഗ്ലീഷ് നമ്മൾ എടുത്തു നോക്കുമ്പോൾ അതൊരിക്കലും മോഡേൺ ഇംഗ്ലീഷുമായിട്ട് നമുക്ക് ചേർത്ത് വായിക്കാൻ പറ്റില്ല. വളരെ ഡിഫറെന്റ് ആണ്, നമുക്കൊന്നും മനസ്സിലാക്കാനായിട്ട് പറ്റില്ല അല്ലേ. അതുകൊണ്ട് തന്നെ നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കേഴ്സിന് ഓൾഡ് ഇംഗ്ലീഷ് മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, മോഡേൺ ഇംഗ്ലീഷിലുള്ള മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള എല്ലാ വാക്കുകളുടെയും റൂട്ട് എവിടെയാണ് കാണാൻ സാധിക്കുക? ഓൾഡ് ഇംഗ്ലീഷിലാണ് കാണാൻ സാധിക്കുക. അതിനൊക്കെ ഒരു ഓൾഡ് ഇംഗ്ലീഷ് റൂട്ട് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നു. നമ്മൾ ആംഗ്ലോ സാക്സൺസിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പക്ഷേ ഈ ആംഗ്ലോ സാക്സൺസ് ബ്രിട്ടനിലോട്ട് മൈഗ്രേറ്റ് ചെയ്ത് വരുന്നതിന് മുൻപ് ബ്രിട്ടനിനെ ഇൻഹാബിറ്റ് ചെയ്തിരുന്ന ഒരു പോപ്പുലേഷൻ ഉണ്ടായിരുന്നു. അതാരാണ്? അതാണ് കെൽറ്റിക് പീപ്പിൾ എന്ന് പറയുന്നത്. കെൽറ്റിക് പീപ്പിൾ. അപ്പോൾ മോഡേൺ ഇംഗ്ലണ്ടിനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് അതിനെ ആംഗ്ലോ സാക്സൺ ഹെറിറ്റേജുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് നമ്മൾ പറയാറുള്ളത്. പക്ഷേ നമ്മൾ ഹിസ്റ്ററി നോക്കുമ്പോൾ ബ്രിട്ടന്റെ ഹിസ്റ്ററി ഇറ്റ് ഈസ് റൂട്ടഡ് ഇൻ കെൽറ്റിക് പോപ്പുലേഷൻ. ശരിക്കും അതിന്റെ ഒരു റൂട്ട് നമുക്ക് കെൽറ്റിക് പോപ്പുലേഷനിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. റോമൻ കോൺക്വസ്റ്റ് വരുന്നത് നമ്മൾ പഠിക്കുന്നുണ്ട്. റോമൻ കോൺക്വസ്റ്റ് വരുന്ന സമയത്തും കെൽറ്റിക് പോപ്പുലേഷൻ ആണ് ബ്രിട്ടനിലുള്ളത്. അപ്പോൾ അവരെന്ത് ചെയ്തു? കെൽറ്റിക് ട്രൈബ്സിനെ റോമൻ കൾച്ചറിലോട്ട് അസിമിലേറ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ റോമൻ ഇൻഫ്ലുവൻസ് കൂടി കെൽറ്റിക് പോപ്പുലേഷനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു.
അപ്പോൾ റോമൻസ് അവിടെ നിന്ന് വിഡ്രോ ചെയ്യുന്ന സമയത്താണ് ഈ ആംഗ്ലോ സാക്സൺസും ജൂട്ട്സും ഒക്കെ മൈഗ്രേറ്റ് ചെയ്ത് എവിടെ എത്തുന്നത്? ഈ ബ്രിട്ടനിൽ എത്തുന്നത്. പക്ഷെ ഇന്നും ഇംഗ്ലണ്ടില് അല്ലെങ്കിൽ ബ്രിട്ടനിൽ നമുക്ക് എന്ത് കാണാം? ഒരു കെൽറ്റിക് ഫ്രിഞ്ച് കാണാനായിട്ട് സാധിക്കുന്നതാണ്. കെൽറ്റിക് ഫ്രിഞ്ച്. ഈ കെൽറ്റിക് ഫ്രിഞ്ച് എന്ന് പറയുമ്പോൾ അവരുടെ കൾച്ചറിന്റെ ട്രേസസ് നമുക്ക് ഇന്നും പല രീതിയിൽ കാണാനായിട്ട് സാധിക്കുന്നു എന്നതാണ്. അത് പല പേരുകൾ, സ്ഥലങ്ങളുടെ പേരുകളുടെ രീതിയിലാണ്. ഇപ്പോൾ വെയിൽസ്, കോൺവാൾ, ഇവിടെയൊക്കെ കെൽറ്റിക് കൾച്ചറിന്റെ ഈ ഫ്രിഞ്ച് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ തെയിംസ് നദിയുടെ പേരാണെങ്കിലും സ്ട്രാറ്റ്ഫോർഡ് അപ്പോൺ ഏവൺ എന്ന് പറയുന്ന പേരൊക്കെ എന്തിന്റെ ഭാഗമാണ്? ഈ കെൽറ്റിക് കൾച്ചറിന്റെ ഭാഗമാണ്. പക്ഷേ ഈ കെൽറ്റിക് ഐഡന്റിറ്റി അല്ല ഇംഗ്ലീഷ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അതൊരു സെൻട്രൽ ഐഡന്റിറ്റി അല്ല. ഇംഗ്ലണ്ടിന്റെ സെൻട്രൽ ഐഡന്റിറ്റി അതല്ല. ഇംഗ്ലണ്ടിന്റെ സെൻട്രൽ ഐഡന്റിറ്റി ഏതാണ്? ആംഗ്ലോ സാക്സൺസിന്റെ ഐഡന്റിറ്റിയാണ്. ഓക്കെ, ജർമാനിക് ആംഗ്ലോ സാക്സൺ റൂട്ട്സ് ആണ് ഇംഗ്ലണ്ടിന്റെ സെൻട്രൽ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഈ കെൽറ്റിക് പീപ്പിളിനെ കുറിച്ച് കൂടി മനസ്സിലാക്കേണ്ടി ഇരിക്കുന്നു. ഓക്കെ, അടുത്തതായിട്ട് ഈ കെൽറ്റിക് പീപ്പിളിന്റെ ലാംഗ്വേജിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അവരുടെ ലാംഗ്വേജ് ആണ് ബ്രിട്ടൻ അല്ലെങ്കിൽ ബ്രൈത്തോണിക് എന്ന് പറയുന്ന ഭാഷയാണ് അവർ സംസാരിച്ചിരുന്നത്. അപ്പോൾ ബ്രിട്ടന്റെ ആ ഒരു പേരും ആ ഒരു കണക്ഷനും ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? അതുപോലെ തന്നെ കെൽറ്റിക് കൾച്ചറിന്റെ ഭാഗമായിട്ട് ഡ്രോയിഡ്സ് എന്ന് പറയുന്നത് ഹൈ റാങ്കിങ് ആയിട്ടുള്ള പ്രീസ്റ്റ് ആണ്. ഓക്കെ, പ്രീസ്റ്റ് ക്ലാസ് ആണ്. ഏൻഷ്യൻ കെൽറ്റിക് കൾച്ചേഴ്സിലെ ഹൈ റാങ്കിങ് പ്രീസ്റ്റിനെയാണ് ഡ്രോയിഡ്സ് എന്ന് പറയുക. ഒരു റിലീജിയസ് ലീഡേഴ്സ് ആണ്. അതുപോലെ തന്നെ ലീഗൽ അതോറിറ്റീസും അഡ്ജുഡിക്കേറ്റേഴ്സ്, ലോ കീപ്പേഴ്സ്, മെഡിക്കൽ പ്രൊഫഷണൽസ്, പൊളിറ്റിക്കൽ അഡ്വൈസേഴ്സ് ഒക്കെയാണ് ഈ ഡ്രോയിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡ്രോയിഡ്സ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്നത് കെൽറ്റിക് കൾച്ചർ ആയിരിക്കണം. അടുത്തതായിട്ട് കെൽറ്റിക് കൾച്ചറിന്റെ ഭാഗമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് കാര്യം, ഇത് എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ടൊന്നും വരില്ല, എങ്കിലും കെൽറ്റിക് ഹൗസസിനെ കുറിച്ച് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഈ ഒരു ഹൗസ് നിങ്ങൾക്ക് കാണുമ്പോൾ ഇതിന്റെ ഷേപ്പ് നിങ്ങൾക്ക് എന്താണ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? റൗണ്ട് ഷേപ്പിലാണ് ഈ ഹൗസ് വരുന്നത്. റൗണ്ട് ഷേപ്പിലാണ് വന്നിട്ടുള്ളത് അല്ലെ? റൗണ്ട് ഷേപ്പ് ആണ്. ഒരു കോണിക്കൽ ആയിട്ടുള്ള താച്ച്ഡ് റൂഫ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതിന് ഒരു സെൻട്രൽ വുഡൻ പോൾ ഉള്ളതായിട്ട് നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കാനായിട്ട് പറ്റുന്നു. ഒരു സെൻട്രൽ വുഡൻ പോൾ ഉണ്ട്. പിന്നെ കൂടാതെ കുറച്ച് ഔട്ടർ പോസ്റ്റുകളും അവിടെ ഇവിടെയായിട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇവരുടെ ഈ വാൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു ടെക്നിക്കിന് ഒരു പേരുണ്ടായിരുന്നു. വാറ്റൽ എന്ന ടെക്നിക്ക് വെച്ചിട്ടാണ് ഈ വാൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. വാറ്റൽ എന്ന ടെക്നിക്കാണ്. എക്സാമിനൊന്നും ചോദിക്കില്ല, ജസ്റ്റ് പറയുവാണ്. ഇനി ഈ ഒരു വീടിന്റെ ഇൻസൈഡ് സെൻട്രൽ പാർട്ടായിട്ട് എന്തുണ്ട്? ഒരു ഫയർ പ്ലേസ് പോലെ ഒരു സംഭവം ഉണ്ട്. അവിടെ കുക്കിംഗ് ചെയ്യാം. കൂടാതെ വീടിനുള്ളിൽ ആ ഒരു വാംത്ത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സംഭവം ഉള്ളത്. കൂടാതെ സ്മോക്ക്, അതിലൂടെ വരുന്ന സ്മോക്ക് എസ്കേപ്പ് ചെയ്യുന്നത് ഈ ഒരു കോണിക്കൽ എൻഡിലൂടെയാണ് എന്ന് കൂടി ഓർക്കുക. അതുപോലെ ഈ വീട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും there were no windows അല്ലെ? അപ്പോൾ ഈ ഫയർ ഗ്ലോ കൊണ്ടാണ് ആ വീടിനകത്ത് വെളിച്ചം ലഭിക്കുക എന്നത് കൂടിയാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇനി ഈ സെക്കൻഡ് പിക്ചർ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതാണ് കെൽറ്റിക് നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കെൽറ്റിക് നോട്ടിനെ കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നോക്കാം. കെൽറ്റിക് നോട്ടിന്റെ പിക്ചർ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഒരു സിംബോളിക് പാറ്റേൺ ആണ് അല്ലെ അവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു നോട്ട്, കെൽറ്റിക് നോട്ട്, ഒരു ഇൻഫിനിറ്റി സിംബൽ പോലെയുള്ള ഒരു സംഭവമാണ് ഈ കെൽറ്റിക് നോട്ട് എന്ന് പറയുന്നത്. ഒരു ലൂപ്ഡ് നോട്ട് ആണ്. ഈ ഇൻഫിനിറ്റി സിംബലിന്റെയും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? അതിനൊരു സ്റ്റാർട്ടും ഇല്ല, ഒരു എൻഡും ഇല്ല അല്ലെ? അത് ഇൻഫിനിറ്റ് ആണ്. അവിടെ സ്റ്റാർട്ടിങ് എവിടെ ചെയ്യുന്നു അല്ലെങ്കിൽ എൻഡ് എവിടെ ചെയ്യുന്നു എന്ന് നമുക്ക് ഈ ഒരു സിംബലിലൂടെ പറയാനായിട്ട് പറ്റില്ല അല്ലെ? ഇറ്റ് ഗോസ് ഓൺ ഇൻഫിനിറ്റ്ലി എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇറ്റ് ഗോസ് ഓൺ ഇൻഫിനിറ്റ്ലി. അത് എറ്റേണിറ്റി ഓഫ് ലൈഫിനെയാണ് ഈ ഒരു ഇൻഫിനിറ്റി സിംബൽ അല്ലെങ്കിൽ കെൽറ്റിക് നോട്ട് സിംബലൈസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ഈ കെൽറ്റിക് നോട്ടിന്റെ മീനിങ് പല ഇന്റർപ്രിട്ടേഷൻസിന് വിധേയമാണ്. പക്ഷെ ഒരു പോസിറ്റീവ് സിംബൽ ആയിട്ടാണ് എപ്പോഴും എന്തിനെ കാണുന്നത്? ഈ കെൽറ്റിക് നോട്ടിനെ പൊതുവെ കാണുന്നത്. അത് ഇമോഷൻസിനെയൊക്കെ സിഗ്നിഫൈ ചെയ്യുന്നുണ്ട്. ലവ് ആണെങ്കിലും ഹാപ്പിനെസ്, വെർച്യൂസ്, ഫെയ്ത്ത്, ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ സിംബലൈസ് ചെയ്യുന്ന ഒരു സിംബൽ ആണ് കെൽറ്റിക് നോട്ട് എന്ന് പറയുന്നത്. കെൽറ്റിക് നോട്ട്. അടുത്തതായിട്ട്
റോമൻസ് ഇൻ ബ്രിട്ടനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റോമൻസ് ഇൻ ബ്രിട്ടൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു ഇയർ ആണ് AD 43 എന്ന് പറയുന്നത്. അതായത് റോമൻ എംപറർ ക്ലോഡിയസ് ബ്രിട്ടനെ ഇൻവേഡ് ചെയ്യുന്നു. കൂടാതെ അടുത്തൊരു 45 വർഷത്തോളം റോമൻ ആർമി അവരുടെ കൺട്രോൾ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇംഗ്ലണ്ടിലും വെയിൽസിലും സ്കോട്ട്ലൻഡിലും ഒക്കെ ഇങ്ങനെ വ്യാപിച്ച് നിൽക്കുകയാണ് ഈ റോമൻ കൺട്രോൾ അല്ലെങ്കിൽ റോമൻ ആ ഒരു ഇൻവേഷന്റെ ഭാഗമായിട്ട് നിൽക്കുന്നു. അങ്ങനെ അവര് ഒരു പുതിയൊരു പ്രോവിൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ബ്രിട്ടാനിയ എന്ന് പറയുന്ന ഒരു പ്രോവിൻസ്. അതായിരുന്നു അവരുടെ എംപയറിന്റെ ഒരു പാർട്ട് എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. 5th century AD വരെ ഇത് നിലനിന്നിരുന്നു. ഇതിൽ നമ്മളുടെ ജൂലിയസ് സീസർ ഗാലിക് വാർസിന്റെ ഭാഗമായിട്ടാണ് ബ്രിട്ടനെ ഇൻവേഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് ബ്രിട്ടനെ കുറിച്ച് അറിയുകയും 54 BC-യിൽ ബ്രിട്ടനെ ഇൻവേഡ് ചെയ്യുന്നതും എന്ന് കൂടി ഓർക്കുക. അടുത്തത് ബ്രിട്ടാനിയയാണ്. ബ്രിട്ടാനിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം റോമൻ പ്രോവിൻസിന്റെ പേര് കൂടിയാണ് ബ്രിട്ടാനിയ എന്ന് പറയുന്നത് അല്ലെ. ഇത് കൂടാതെ നാഷണൽ പേഴ്സോണിഫിക്കേഷൻ ഓഫ് ബ്രിട്ടൻ കൂടിയാണ് ബ്രിട്ടാനിയ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾക്കൊരു ഹെൽമെറ്റഡ് ഒരു ഫീമെയിൽ വാരിയറിനെ കാണാനായിട്ട് സാധിക്കും. ആൻഡ് ഷീ ഈസ് ഹോൾഡിംഗ് എ ട്രൈഡന്റ് ആൻഡ് ഷീൽഡ്. ഒരു ട്രൈഡന്റും ഷീൽഡും ഒക്കെ പിടിച്ചു നിൽക്കുന്ന ഒരു ഹെൽമെറ്റഡ് ഫീമെയിൽ വാരിയർ ആണ് നാഷണൽ പേഴ്സോണിഫിക്കേഷൻ ഓഫ് ബ്രിട്ടൻ, ബ്രിട്ടാനിയ എന്ന് പറയുന്നത്. ഈ ഒരു ഇമേജ് ആദ്യമായിട്ട് ഉപയോഗിച്ചതും നമ്മളുടെ റോമൻസ് ആണ് ഇൻ ക്ലാസിക്കൽ ആന്റിക്വിറ്റി. അവിടെ ലാറ്റിൻ ബ്രിട്ടാനിയ ബ്രിട്ടീഷ് ഐലൻഡ്സിനെ റെഫർ ചെയ്യാനും ഗ്രേറ്റ് ബ്രിട്ടനെയും അതുപോലെ തന്നെ റോമൻ പ്രോവിൻസ് ഓഫ് ബ്രിട്ടനെയും റെഫർ ചെയ്യാനായിട്ട് അവർ യൂസ് ചെയ്തിരുന്നതാണ് എന്ന് കൂടി ഓർക്കുക. ഇവിടെ നിങ്ങൾക്ക് ആ ഒരു പിക്ചർ കാണാം, ഹെൽമെറ്റഡ് ഫീമെയിൽ വാരിയർ ഹോൾഡിംഗ് എ ട്രൈഡന്റ് ആൻഡ് ഷീൽഡ് അല്ലെ. ഇതാണ് ബ്രിട്ടാനിയ, നാഷണൽ പേഴ്സോണിഫിക്കേഷൻ ഓഫ് ബ്രിട്ടൻ. അങ്ങനെ 408 AD ആകുമ്പോഴേക്കും either just before അല്ലെങ്കിൽ just after the Roman army had withdrawn, നമ്മളുടെ Angles, Saxons and Jutes they began to raid Roman Britain. അവർ റോമൻ ബ്രിട്ടനെ റെയ്ഡ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. and they started to settle in certain areas. അങ്ങനെ ആംഗിൾസ് സെറ്റിൽ ചെയ്തിട്ടുള്ള ഒരു ഏരിയ, സാക്സൺസ് സെറ്റിൽ ചെയ്തിട്ടുള്ള ഏരിയ, ജൂട്ട്സ് സെറ്റിൽ ചെയ്തിട്ടുള്ള ഏരിയ ആയിട്ട് ബ്രിട്ടൻ പതിയെ പതിയെ മാറുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാം അവരുടെ ഒരു മൈഗ്രേഷന്റെ ഭാഗമായിട്ട് ആംഗിൾസ്, ഈ ഒരു പിങ്ക് കളറിൽ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ ആംഗിൾസ് സെറ്റിൽ ചെയ്യുന്നു. മെർസിയൻസ്, നോർത്തുംബ്രിയ എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ. അതുപോലെ തന്നെ സാക്സൺസ് സെറ്റിൽ ചെയ്തിട്ടുള്ള ഏരിയ നിങ്ങൾക്ക് കാണാം. കുറച്ച് ഏരിയകളിൽ സാക്സൺസ് സെറ്റിൽ ചെയ്യുന്നു, വെസ്റ്റ് സാക്സൺസ് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ സാക്സൺസ് സെറ്റിൽ ചെയ്യുന്നു. അത് കൂടാതെ കെന്റ് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നമ്മളുടെ ജൂട്ട്സ് സെറ്റിൽ ചെയ്യുന്നു. ഇനി നമ്മളുടെ കെൽറ്റിക് പീപ്പിൾ ഈ ഏരിയകളിലൊക്കെ ബാക്കിയായിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഇൻവേഷൻ പതിയെ പതിയെ ഈ സൈഡിൽ നിന്നും ഈ സൈഡിലോട്ട് ഇങ്ങനെ എത്തിച്ചേരുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അതുകൂടാതെ ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജിന്റെ ഒറിജിൻ, അത് വെസ്റ്റ് ജർമാനിക് ട്രൈബിന്റെ ഭാഗമാണ്. അവിടെ ആംഗ്ലോ സാക്സൺ സെറ്റിൽമെന്റ്സ് എങ്ങനെ അവരുടെ ആ ഒരു മൈഗ്രേഷനെ കുറിച്ച് നമ്മൾ കണ്ടു. കെൽറ്റിക് പീപ്പിളിനെ കുറിച്ച് കണ്ടു, അവരുടെ കൾച്ചറിനെ അടുത്തറിഞ്ഞു. റോമൻ ഇൻവേഷനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ ഇംഗ്ലീഷ് എന്ന ഭാഷയുടെ ആ ഒരു ഒറിജിൻ വളരെ വ്യക്തമായിട്ടും സിമ്പിൾ ആയിട്ടും നമ്മൾ പഠിച്ചെടുത്തിരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ റിവൈസ് ചെയ്തിട്ട് വേണം നെക്സ്റ്റ് ക്ലാസ്സിൽ എല്ലാവരും ജോയിൻ ചെയ്യാൻ. സോ താങ്ക് യു സോ മച്ച് ആൻഡ് ഹാപ്പി ലേണിംഗ്.